കേരളസ് ഫേവറേറ്റ് ഫിലിം ആക്ടറിലെ ആദ്യഘട്ടത്തിൽ മലയാള സിനിമ കണ്ട 40ഓളം ഏറ്റവും മികച്ച നടന്മാരെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിൽ നിന്നും 8 നടന്മാരെയാണ് ഈ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ എല്ലാവരും തിരഞ്ഞെടുത്തത്. ഈ 8 പേരിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നടൻ സത്യനെ കുറിച്ചാണ്. സത്യൻ എന്ന നടനെ കുറിച്ച് നമ്മോട് സംസാരിക്കാൻ സത്യൻ മാഷിന്റെ മകൻ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. ശ്രീ സതീഷ് സത്യൻ. സതീഷ് സർ തരംഗിണി സ്റ്റുഡിയോയുടെ ജനറൽ മാനേജർ ആയിരുന്നു. അതുപോലെ തന്നെ സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രവർത്തനങ്ങളുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആണ്. അങ്ങനെ ഒരുപാട് ക്രെഡൻഷ്യൽസ് ഉണ്ട്. എങ്കിലും സതീഷ് സർ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് നടൻ സത്യന്റെ മകനായി തന്നെ അറിയപ്പെടാനാണ്. എന്തായാലും സ്വാഗതം കേരളസ് ഫേവറേറ്റ് ഫിലിം ആക്ടർ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സർ. പിന്നെ നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ സിബി മലയിൽ സർ, ശ്യാമപ്രസാദ് സർ ആൻഡ് ഭാഗ്യലക്ഷ്മി ചേച്ചി. സ്വാഗതം എല്ലാവർക്കും. ഇനി നമ്മളോടൊപ്പം ഉള്ളത് സത്യൻ മാഷിനെ ഇഷ്ടപ്പെടുന്ന, മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരുപിടി ആളുകളാണ്. ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ടുഡേയ്സ് എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. സത്യൻ എന്ന നടനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ചോദ്യം വരുന്നത് തന്നെ സതീഷ് സാറിനോടാണ്. ഇദ്ദേഹത്തെ ഒരു നടൻ എന്ന രീതിയിൽ എന്തെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ? സ്വന്തം അച്ഛനെ ഒരു നടൻ എന്ന രീതിയിൽ കാണുവാനും അദ്ദേഹത്തിന്റെ അഭിനയത്തെ ആ രീതിയിലൊന്ന് എന്തെങ്കിലും കണ്ടു നോക്കിയിട്ടുണ്ടോ സതീഷ് സർ? തീർച്ചയായിട്ടും. കാരണം പപ്പ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പല സിനിമകളും ഞങ്ങൾ ഒരുമിച്ച് പോയി കണ്ടിട്ടുണ്ട്. കണ്ട് അതിനെപ്പറ്റി വിലയിരുത്താൻ അദ്ദേഹം ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അതിൻ്റെ പ്ലസ് പോയിന്റ്സും അതിൻ്റെ അപാകതകളും ഒക്കെ അദ്ദേഹം ഞങ്ങളോടും ഞങ്ങളുടെ അഭിപ്രായം അദ്ദേഹം ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം അന്ന് മുതലാണ് മലയാള സിനിമയിലെ പല ചിത്രങ്ങളെക്കുറിച്ചും നമുക്ക് ഒരു ക്രിട്ടിക്കൽ മൈൻഡോടുകൂടി കാണാനായിട്ട് ഒരു പ്രേരണയുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു നടൻ എന്ന രീതിയിൽ എങ്ങനെയാണ് സതീഷ് സർ കാണുന്നത്? വിലയിരുത്തുന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് പറ്റുന്നില്ല, കാരണം അച്ഛനും മകനും ആകുമ്പോൾ അങ്ങനെ പറ്റില്ല. എങ്കിലും ഒരു നടൻ എന്ന രീതിയിൽ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ടാലന്റ് ആസ് എൻ ആക്ടർ, അതിനെങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? അതൊരു മകൻ എന്ന രീതിയിലല്ല, ഒരു ആസ്വാദകൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞാൽ, പപ്പ മരിച്ച ശേഷമാണ് പപ്പയുടെ സിനിമകളെ കണ്ടിട്ട്, സിനിമകളെ ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ കണ്ടിട്ട് മറ്റ് പല സിനിമകളെ കുറിച്ച് ഒരു താരതമ്യ പഠനം നമ്മൾ മനുഷ്യരെല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാൻ തുടങ്ങി. ആ കാലത്താണ് സത്യൻ എന്നുള്ളൊരു നടന്റെ പ്രത്യേകതകളെ കുറിച്ച് പലതും എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തീർച്ചയായും ഈ ഒരു നടൻ, എനിക്ക് തോന്നുന്നു നമ്മൾ സത്യൻ മാഷിനെ കുറിച്ച് ഇതിന് മുമ്പ് ഒരു എപ്പിസോഡിൽ സംസാരിച്ചപ്പോൾ സിബി സർ നമ്മൾ പറയുണ്ടായി, ഈ നാച്ചുറൽ ആക്ടിങ് ആദ്യമായി കൊണ്ടുവന്ന ഒരു നടനാണെന്ന് പറയണ്ടായി. ആ ഒരു കാലഘട്ടത്തിൽ ഒരു നടൻ ഇത്ര അധികം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവ് അത്രമാത്രമായിരിക്കില്ലേ സിബി സർ? തീർച്ചയായിട്ടും സത്യൻ മാഷ് അഭിനയിക്കുന്നത് നമ്മൾ അന്ന് വരെ കണ്ട അഭിനയ രീതികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആക്ടിങ് മലയാള സിനിമയിൽ കൊണ്ടുവന്നത് സത്യൻ മാഷാണ്. ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്നത് സത്യൻ മാഷാണ്. 50കളുടെ തുടക്കം തൊട്ട് ഏകദേശം 20 വർഷത്തോളം അദ്ദേഹം മലയാള സിനിമയിൽ വളരെ സജീവമായിട്ടുള്ളൊരു സാന്നിധ്യമേ ഉണ്ടായിരുന്നു. വളരെ വേറിട്ട ഒരു അഭിനയ രീതി നമ്മളെ കാണിച്ചു തന്നത് സത്യൻ മാഷാണ്. തീർച്ചയായും. ശ്യാമപ്രസാദ് സർ, ഒരു ഇന്നത്തെ ആക്ടേഴ്സിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് താങ്കൾ. അപ്പം ഈ സത്യൻ മാഷെ പോലെയുള്ള നടന്മാർ മലയാള സിനിമയിൽ ഇന്ന് കേരളസ് ഫേവറേറ്റ് ഫിലിം ആക്ടറിൽ 8 നടന്മാരിൽ 6 പേരും എനിക്ക് തോന്നുന്നു അതിനുശേഷം വന്നിട്ടുള്ള കാലഘട്ടത്തിലുള്ള നടന്മാരാണ്. സത്യൻ മാഷ് എന്തുകൊണ്ടാണ് ഈ 8 പേരിൽ ഒരാളായത്? ഏകദേശം 1/2 നൂറ്റാണ്ട് മുമ്പ് പ്രവർത്തിച്ചൊരു കലാകാരനെ കുറിച്ച് ഇന്നത്തെ ഒരു സിനിമയുടെ കോണ്ടെക്സ്റ്റിൽ നിന്ന് കാണുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ശ്രീ സത്യൻ അഭിനയിച്ച കാലഘട്ടത്തിൽ സിനിമ പൊതുവെ ഒരു നാടകങ്ങളുടെ തുടർച്ചയായിരുന്നു. തമിഴ് നാടകങ്ങളുടെയും പാഴ്സി നാടകങ്ങളുടെയും തുടർച്ചയായിരുന്നു നമ്മളുടെ സിനിമ. കുറേ പാട്ടുകൾ, കുറേ. അപ്പം അതിനകത്ത് യഥാർത്ഥത്തിലുള്ള ജീവിതത്തിലെ കഥകളും സാഹിത്യകൃതികളും ഒക്കെ വരാൻ തുടങ്ങിയത് ഈ ഒരു പ്രത്യേക 50കൾ 60കൾ KS സേതുമാധവൻ്റെ പ്രവർത്തനങ്ങൾ. അതിനകത്താണ്, ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ശ്രീ സത്യന്റെ വർക്ക് കാണേണ്ടത്. അതിനകത്ത് യുണീക്കായിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ യുണീക്കായിട്ടുള്ളൊരു അഭിനയ ശൈലി അദ്ദേഹം രൂപപ്പെടുത്തി. കഥാപാത്രത്തിന്റെ ഡെപ്തിലേക്ക് പോകാൻ ആദ്യം ശ്രമിച്ചൊരു നടൻ എനിക്ക് തോന്നുന്നു ഇദ്ദേഹവും
കൊട്ടാരക്കര ശ്രീധരൻ നായരൊക്കെയാണ്. അപ്പോൾ ഒരു ഗ്ലാമറിന്റെ ഒന്നൊരു പിന്തുണയില്ലാതെ അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ ഉപരിപ്ലവമായി സമീപിക്കാതെ അതിൻ്റെ ഉള്ളിലെ മനുഷ്യന്റെ വേദനകൾ, അനുഭവങ്ങൾ, പാളിച്ചകൾ ഈസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഫിലിം ഓഫ് മലയാളം ഫിലിം ഓഫ് മൈൻ. അദ്ദേഹത്തിന്റെ അഭിനയം, പ്രത്യേകിച്ച് അതിലെ ചെല്ലപ്പൻ എന്നുള്ള കഥാപാത്രം ഒരുപാട് ജീവിതത്തിന്റെ തിക്തതകൾ അനുഭവിക്കുന്ന, ഒരുപാട് വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ആളാണ്. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ സ്നേഹിച്ചു പോകും, ആ കഥാപാത്രത്തെ. ഇത്രയൊരു മൾട്ടി ലെയർഡ് ആയിട്ടുള്ള പെർഫോമൻസ് ഐ ഡോണ്ട് തിങ്ക് ഈവൻ ആഫ്റ്റർ 50 years നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ദ ഗ്രേറ്റ് വർക്ക്, അതിന്റെ സ്ക്രിപ്റ്റ്, അതിന്റെ മേക്കിംഗ്, ഓഫ് കോഴ്സ് അതിന്റെ അഭിനേതാവ് അതിന് കൊടുത്തിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ അതുല്യനായ നടൻ തന്നെയാണ്. തീർച്ചയായും. ഭാഗ്യ ചേച്ചി, സത്യൻ മാഷിന്റെ സെക്കൻഡ് ഡിസ്കഷൻ ആണ് ഇത് നമ്മുടെ, അല്ലെ? അപ്പം ഈ ഒരു ലെവലിൽ, അതായത് ഇപ്പോന്ന് വെച്ചാൽ നമ്മൾ ദിസ് ഇസ് സെക്കൻഡ് ലെവൽ ഓഫ് കേരളാസ് ഫേവറേറ്റ് ഫിലിം ആക്ടർ. അപ്പം ഇനി അങ്ങോട്ട് വളരെ അടുത്തിരിക്കുന്നു ഇതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാനെങ്കിൽ. അപ്പൊ സത്യൻ മാഷിന്റെ ഏറ്റവും സ്ട്രോങ് ആയുള്ള കുറച്ച് പോയിന്റ്സ് ഇനി അങ്ങോട്ട് ഇവാലുവേഷൻ തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും വേണ്ടത്. ഭാഗ്യച്ചയുടെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണത്? സത്യൻ മാഷ് എന്ന് പറയുന്ന ഒരു മഹാനായ നടനെ കുറിച്ച് യഥാർത്ഥത്തിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ തന്നെ എനിക്കൊരു യോഗ്യതയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ കണ്ടു തുടങ്ങിയപ്പോൾ വളരെ അദ്ദേഹം നമ്മെ വിട്ട് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടു തുടങ്ങുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുന്നു എന്നല്ലാതെ ഇദ്ദേഹത്തെ കാണാനോ അദ്ദേഹം എന്താണ് ഏതാണെന്നൊന്നും അറിയാനൊന്നും സാധിച്ചിട്ടില്ല ഒരിക്കലും. എങ്കിലും ഒരു കാലത്ത്, അതായത് വിഷ്വൽ മീഡിയയുടെ ഒരു സപ്പോർട്ടും ഇല്ലാതെ, ഈ പറയുന്ന ഫാൻസിന്റെ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ കേരള ജനതയുടെ മനസ്സ് മുഴുവൻ പിടിച്ചടക്കിയ ഒരു തീർച്ചയായിട്ടും നടനായിരുന്നു അദ്ദേഹം. വെരി ട്രൂ. അതിൽ നിന്നും ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ഇറ്റ് അപ്പ് ഹിയർ. കാര്യം ഇന്നത്തെ നടന്മാർക്ക് ഇത്ര അധികം ഫാൻസിന്റെ പിന്തുണ ഒരുപാട് വന്നിട്ടുണ്ട്. അത് ഡിനൈ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയ്ക്കാണെങ്കിലും സുരേഷ് ഗോപിക്കാണെങ്കിലും ദിലീപ് ഏട്ടനാണെങ്കിലും എല്ലാവർക്കും ഒരുപടി ഫാൻസ് അവരുടെ ഒരു സിനിമ വരുമ്പോൾ അവിടെ ഒരു ആഘോഷമാക്കി മാറ്റാനും ഒക്കെ അവരുടെ പിന്തുണയുണ്ട്. ഇങ്ങനൊരു സംഭവമേ ഇല്ലാതെ ഭാഗ്യ ചേച്ചി പറഞ്ഞതുപോലെ ഇത്ര അധികം ഇങ്ങനൊരു സപ്പോർട്ട് ഒന്നും തന്നെ ഇല്ലാതെ കേരള ജനതയുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റിയത് ഒരു വലിയൊരു അച്ചീവ്മെന്റ് അല്ല. എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? സാറിന്റെ പേര് പറയൂ. എന്റെ പേര് രാജമാഷ്. മൈക്കില്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ നടനാണ് സത്യമാഷ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ വരെ മികച്ച നടന്മാരിൽ ഒരു കൂട്ടം മികച്ച നടന്മാരെടുക്കുമ്പോൾ അതിൽ മുൻപന്തിയിൽ സത്യമാഷ് ഉൾപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഫാൻസുകളും അതുപോലുള്ള ഒന്നും ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും സത്യമാഷ് ഈ ഫാൻസിനെയൊക്കെ മാറ്റി നിർത്തുകയാണ്. കാരണം കഴിവ് കൊണ്ട് മാത്രം വന്ന അദ്ദേഹത്തിന്റെ അഭിനയ ശൈലിയും അദ്ദേഹത്തിന്റെ ഡയലോഗ് പ്രസന്റേഷനും ഒന്നും ഇന്നത്തെ ഒരു നടന്മാരെ കൊണ്ടും എടുക്കാൻ പറ്റുന്നില്ല. അത് ഇന്നും വളരെ പുതുമയായി തന്നെ നിൽക്കുകയാണ്. അത്രയ്ക്ക് റേഞ്ചുള്ള ഒരു നടനായിരുന്നു സത്യമാഷ്. എന്റെ ബാല്യം മുതലേ ഞാൻ ആരാധിച്ചു പോകുന്ന ഒരു നടനാണ് സത്യമാഷ്. അദ്ദേഹത്തെ അനുകരിച്ച് ഞാൻ കലാപരിപാടികൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് മനസ്സിൽ പതിഞ്ഞു പോയ അഭിനയ മുഹൂർത്തങ്ങൾ അദ്ദേഹം തന്നിട്ടാണ് പറഞ്ഞത്. 40 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ അഭിനയത്തിനെ വെല്ലാൻ മറ്റാർക്കും കഴിഞ്ഞില്ല എന്നുള്ളത് പരമസത്യമാണ്. തീർച്ചയായും. അപ്പം മറ്റൊരു കാര്യം ഇങ്ങോട്ട് ചോദിച്ചോട്ടെ. അതായത് ഇത്ര അന്ന് സത്യൻ മാഷ് ഫിലിമിലേക്ക് വന്ന സമയത്ത് പ്രേം നസീർ സർ ഓൾറെഡി സിനിമയിലുണ്ടായിരുന്നു, മലയാള സിനിമയിലുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇത്ര അധികം നസീർ സർ ചെയ്ത പോലത്തെ കഥാപാത്രങ്ങളല്ല, വളരെ പരിക്കൻ വേഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു നടനാണ് സത്യൻ മാഷ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ ഒരു റൊമാൻറ്റിക് ഹീറോ ഒന്നും അല്ലാതെ വളരെ പരിക്കനായ വേഷങ്ങൾ ചെയ്തും പ്രേം നസീർ സർ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം എൻട്രി ചെയ്തിട്ടും എന്തുകൊണ്ടായിരിക്കും കേരള ജനതയ്ക്ക് ഇത്ര അധികം സ്വീകരിച്ചത്? എന്തുകൊണ്ടായിരിക്കും? വളരെ മികച്ച കഥാകൃത്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. തകഴി ശിവശങ്കരപിള്ള, നമ്മുടെ ഓടയിൽ നിന്ന് എഴുതിയ കേശവദേവ്, അദ്ദേഹം അവരൊക്കെ എഴുതിയത് കാതലുള്ള കഥാപാത്രങ്ങളായിരുന്നു, മണ്ണിന്റെ മണമുള്ള കഥാപാത്രങ്ങളായിരുന്നു. ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ സത്യൻ മാഷെ പോലുള്ള മറ്റൊരു നടൻ അന്നില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ പപ്പു എന്ന തന്റേടിയായ ആ കഥാപാത്രത്തെ അഭിനയിക്കാൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കേശവദേവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ പപ്പുവിനെ അവതരിപ്പിക്കാൻ സത്യനല്ലാതെ മറ്റാരുമില്ല, സത്യൻ അഭിനയിച്ചാൽ മാത്രമേ എന്റെ നോവൽ സിനിമയാക്കാൻ ഞാൻ സമ്മതിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ അറിവാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ അഭിനയശേഷി എത്ര ഉന്നതിയിലായിരുന്നു എന്ന്. ഓക്കെ, എന്തായാലും സത്യൻ മാഷെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കണ്ടിട്ടുള്ള മറ്റു ചിലരും ഇവിടെ ഉണ്ട്. വുഡ് യു ലൈക്ക് എന്തെങ്കിലും
അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കുറിച്ചും ഏറ്റവും കൂടുതൽ ഓർക്കുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഇന്ന് സത്യൻ മാഷിനെ കേരളത്തിന് പ്രിയപ്പെട്ട താരമായി തിരഞ്ഞെടുക്കേണ്ടത് എന്തുകൊണ്ടാണെന്നാണ് താങ്കളുടെ അഭിപ്രായം? കാരണം എന്ന് പറഞ്ഞാൽ 40 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരു അഭിനയ ശൈലിയുള്ള ഒരു നടനായിരുന്നു സത്യൻ മാഷ്. ഇപ്പോൾ അതേ കഥാപാത്രം എടുത്ത് അഭിനയിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇന്നത്തെ നായകന്മാർക്കുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. എന്നാലും സത്യൻ മാഷിനെ കുറിച്ച് കൂടുതൽ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് പറയാൻ ആഗ്രഹം ഉള്ള ആളുകളുണ്ട് ഇവിടെ. അപ്പം അതിലേക്ക് നമുക്ക് വരാം. സത്യൻ മാഷിന്റെ ലിമിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഇഫ് എനി, എന്താണെന്നാണ് തോന്നുന്നത്? എന്തെങ്കിലും ശ്യാം പ്രസാദ് സർ? എനിക്കൊരു പ്രത്യേകിച്ച് ലിമിറ്റേഷൻ ആയിട്ടൊന്നും തോന്നുന്നില്ല. അദ്ദേഹം സ്വന്തം ശരീരം, സ്വന്തം ശബ്ദം, സ്വന്തം വ്യക്തിത്വം, സ്വന്തം അനുഭവങ്ങൾ ഇതെല്ലാം സിനിമയിൽ ഉപയോഗിച്ചു. ഇതിനേക്കാളും നല്ലതായിട്ട് ഒരു കലാകാരൻ എങ്ങനെ ചെയ്യാൻ പറ്റുമോ? പിന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവം കേട്ടറിവാണ്. ഇതൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചും കേട്ടും അറിവ് മാത്രമായിരിക്കും നമുക്കൊക്കെ, അല്ലേ? നമ്മളാരും സിനിമയിൽ വരുമ്പോൾ അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് അന്ന് സിനിമയെ കണ്ടിരുന്നത് യഥാർത്ഥ ഒരു കലാരൂപമായിട്ടായിരുന്നു കണ്ടിരുന്നത്. അതായത് ഞാൻ ഇവിടെ ഒരു നായകനാണ്, അല്ലെങ്കിൽ ഈ സിനിമയിൽ എനിക്കായിരിക്കണം പ്രാധാന്യം എന്ന് കരുതിയ ഒരു വ്യക്തിയായിരുന്നില്ല, ഒരു നടനായിരുന്നില്ല അദ്ദേഹം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അരനാഴിക നേരം എന്ന് പറയുന്ന സിനിമ ആക്ട് ചെയ്യാൻ ആദ്യം അദ്ദേഹത്തോടാണ് കൊട്ടാരക്കര ശ്രീധരൻ സാർ ചെയ്ത ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ക്യാരക്ടർ ഒരിക്കലും ഞാൻ ചെയ്താൽ ശരിയാവില്ല, അത് കൊട്ടാരക്കര സാറാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ അതിൽ ആ ഒരു വേറൊരു കഥാപാത്രം ചെയ്തു, ഞാൻ ചെയ്യുന്നില്ലെന്നല്ല അദ്ദേഹം പറഞ്ഞത്, ഒരു ഒട്ടും പ്രാധാന്യമില്ലാത്ത വേറൊരു കഥാപാത്രം ചെയ്യാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ളൊരു നടനായിരുന്നു നസീർ സാർ. ഹീറോ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു നെഗറ്റീവ് റോള് ചെയ്യാനും അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിയാണ് ഒരു നടന് യഥാർത്ഥത്തിൽ ആവശ്യം. വേറൊരു കാര്യം, നേരത്തെയുള്ള നടന്മാരുടെ ഡിസ്കഷനിൽ നമ്മൾ കേട്ടുള്ള കാര്യം, ഇന്നത്തെ ഒരു താരം എന്ന് പറയുന്നത് ഒരു സകലകലാ വല്ലഭനായിരിക്കണം എന്തോ ഒരു നിബന്ധനയുള്ളത് പോലെയാണ്. ഡാൻസ് ചെയ്യണം, സ്റ്റണ്ട് വേണം, അതും അഭിനയവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല ശരിക്കും. ജസ്റ്റ് ബിക്കോസ് ഇന്ത്യൻ സിനിമ എന്നുള്ളത് പാട്ടിന്റെയും ഡാൻസിന്റെയും ഒരു അരങ്ങായിട്ട് മാറിയത് കൊണ്ട് അങ്ങനെ തോന്നുകയാണ്. ഡസ്റ്റിൻ ഹോഫ്മാൻ പാട്ട് പാടുന്ന ഡാൻസ് ചെയ്യുന്ന നമ്മൾ ആരും കേട്ടിട്ടില്ല, റോബർട്ട് ഡി നീറോ ചെയ്യുന്ന ആരും കണ്ടിട്ടില്ല. സോ അത് അങ്ങനെയുള്ള ഒരു ലിമിറ്റേഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു വർക്കിനെ അനലൈസ് ചെയ്യരുത്. ആക്ടിങ് എന്നുള്ള ഫോമിനെ ഈ ഒരു ഫാക്ടേഴ്സ് കൊണ്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സിബി സർ, അന്നത്തെ സത്യൻ മാഷിന്റെ എൻട്രി ടൈമിൽ പ്രേം നസീർ പോലൊരു നടൻ അത്ര അധികം അവിടെ ഒരുപാട് ചിത്രങ്ങൾ ചെയ്ത് ആളുകളുടെ മനസ്സിലൊരു ശരിക്കും ഒരു നായക രൂപം എന്ന് പറയുന്നത് തന്നെ പ്രേം നസീർ എന്ന നടനാണെന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്ന സമയത്താണ് സത്യൻ മാഷിന്റെ എൻട്രി. അതൊരു സത്യൻ മാഷിന് ഒരു എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു ലിമിറ്റേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ത്രെറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? സിബി സാറിനല്ല, ഒരു പൊതുവെ. സത്യൻ മാഷെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ അറിയാം ഈ മനുഷ്യൻ എത്രമാത്രം കോൺഫിഡൻസോട് കൂടിയാണ് ആ ക്യാരക്ടറിനെ ചെയ്യുന്നതെന്നുള്ളത്. കമാൻഡിങ് ആണ് വളരെ. ആ കഥാപാത്രത്തിന്റെ മുകളിൽ അത്രമാത്രം കമാൻഡുണ്ട് അദ്ദേഹത്തിന്. ആ കഥാപാത്രത്തെ തന്റെ വരുതിയിൽ കൊണ്ട് നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. പ്രേം നസീർ സാർ ഈ പറഞ്ഞതുപോലെ അന്നൊരു വലിയ ഗ്ലാമർ താരമാണ്. പ്രത്യേകിച്ചും റൊമാൻറ്റിക് റോൾസ് ഒക്കെ ചെയ്തിട്ട് ഇത്തരത്തിൽ പാട്ടൊക്കെ പാടി ഒരുപാട് വളരെ റൊമാൻറ്റിക് പോപ്പുലർ ആക്ടറായിട്ട് നിൽക്കുമ്പോൾ സത്യൻ മാഷെ സംബന്ധിച്ചോളം അതൊരു ഒരിക്കലും സത്യൻ മാഷിന്റെ ഒരു സ്ക്രീനിലെ പ്രസൻസിനെ ഒരിക്കലും അത് കുറച്ച് കാണിക്കാനോ അല്ലെങ്കിൽ അത് ഒരിക്കലും ഒരു കോമ്പറ്റീഷനായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഒരേ ചിത്രത്തിൽ അക്കാലത്താണ് ഇന്നത്തെ നമ്മുടെ നടന്മാർക്ക് ഒരുമിച്ചൊരു ചിത്രത്തിൽ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഒരു യത്നമാണ്. അങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരുപാട് ഈഗോസും അയാളുണ്ടെങ്കിൽ ഞാനില്ല, അയാളുടെ റോള് വലുതായോ ചെറുതായോ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ ചില സിനിമകളിലൊക്കെ ഇവർക്ക് രണ്ടുപേർക്ക് ഒരാൾക്ക് ഒരു ഡയലോഗ് കൊടുത്താൽ മറ്റേ ആൾക്കാർ കൊടുത്തില്ലേ പ്രശ്നമാകുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ഒരാൾ നടുക്ക് വന്നില്ല സൈഡിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് ഇഷ്യൂസ് ആകുന്ന അത്ര സില്ലി ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്പോഴത്തെ പ്രേക്ഷകർക്കോ ഫാൻസിനോ ഉള്ള സമയത്ത് ഈ മഹാനായ നടൻ ഇത്തരത്തിൽ ഭാഗ്യലക്ഷ്മി സൂചിപ്പിച്ച പോലെ അത്ര പ്രോമിനൻസ് അല്ലാത്ത കഥാപാത്രം ചെയ്തുകൊണ്ട് മറ്റേ ആൾക്ക് എന്നെക്കാളും നന്നായിട്ട് അത് ചെയ്യുമെങ്കിൽ അയാൾ അത് ചെയ്യട്ടെ എന്ന് ചിന്തിക്കാനുള്ള വിശാലമായ കാഴ്ചപ്പാടുള്ളവരാണ്. ഇപ്പോൾ നസീർ സാർ പോലും അങ്ങനെയാണ്. ഇപ്പം കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിൽ നസീർ സാർ ഒരു ചെറിയ വേഷം ചെയ്തിട്ട് പോയി. അവർക്കാർക്കും ആ ഈഗോ ഇല്ല. കഥയും സിനിമയുമാണ്. അവരെല്ലാം അടിസ്ഥാനപരമായിട്ട് സിനിമ എന്ന് പറയുന്ന കലയെ ടോട്ടാലിറ്റിയിലാണ് കാണുന്നത്. അല്ലാതെ ഞാനിവിടെ മുഴച്ചു നിൽക്കണം അല്ലെങ്കിൽ ഞാനാണ് പ്രധാനം അങ്ങനത്തെ ഈഗോയിലല്ല ഇവരൊരു സിനിമയെ കണ്ടത്. കൂടുതൽ പ്രാധാന്യമുള്ള ഒരുപാട് സിനിമകളിൽ ഒന്നുമല്ലാതെ റോള് യാതൊരു ഈഗോയും കൂടാതെ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം.
നായികയായിരിക്കും ആ സിനിമയിലെ പ്രധാന കഥാപാത്രം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാർ ആ കാര്യത്തിൽ വളരെ സങ്കുചിതമായ ചിന്തയിലാണ്. ഒരു സിനിമയിൽ എന്നെ പ്രൊജക്റ്റ് ചെയ്യണം, സിനിമയല്ല ക്യാരക്ടറാണ്, ഞാനെന്ന ആക്ടറാണ് പ്രൊജക്റ്റ്, അല്ലെങ്കിൽ ഞാനെന്ന സ്റ്റാറാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ള വളരെ സങ്കുചിതമായ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള എല്ലാ താരങ്ങൾക്കും, നമ്മൾ സോക്കോൾഡ് താരങ്ങൾ എന്ന് പറയുന്നുള്ള കാഴ്ചപ്പാട് അത് തന്നെയാണ്. ടോട്ടാലിറ്റി, സിനിമയെ ടോട്ടൽ ഒരു പാക്കേജായിട്ട് കാണാതെ ഞാൻ മാത്രം പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള വളരെ സംഗീതമായ കാഴ്ച. അതിനൊക്കെ ഇവരെ കണ്ടാണ് പഠിക്കേണ്ടത്. ഈ തലമുറയിലെ ഇത്ര മഹാന്മാരായ നടന്മാരാണ് ഇവരൊക്കെ കണ്ടു പഠിക്കേണ്ടത്. സതീഷ് സർ, നമ്മളിപ്പം സത്യൻ മാഷിനെ കുറിച്ച് ഇത്ര അധികം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ചിത്രം നേരത്തെ പറയുണ്ടായി, ഒരുമിച്ചിരുന്ന് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുണ്ടായി. അപ്പം ഏതെങ്കിലും ഒരു ചിത്രത്തിൽ ഏതെങ്കിലും ഒരു അഭിനയത്തെ കുറിച്ച് ഒരു നെഗറ്റീവായ രീതിയിലൊരു ഒരു തോന്നലോ, അതിൽ ശരിയായില്ല, കുറച്ചും കൂടി എനിക്ക് നന്നാക്കാമായിരുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും പങ്കുവെച്ചിരുന്നോ സതീഷ് സാറുമായിട്ട്, മകനുമായിട്ട്? അതേ പറഞ്ഞാൽ ഇപ്പോൾ പഴശ്ശിരാജ എന്ന് പറഞ്ഞൊരു ചിത്രത്തിൽ അദ്ദേഹം വാസ്തവം പറഞ്ഞ പഴശ്ശിരാജയായിട്ട് നേരത്തെ ഭാഗ്യലക്ഷ്മിയൊക്കെ പറഞ്ഞതുപോലെ പഴശ്ശിരാജയുടെ റോളിലല്ല അദ്ദേഹം അഭിനയിച്ചത്. അദ്ദേഹത്തെ ഓഫർ ചെയ്തിട്ട് പോലും ഇല്ല, അത് ഞാനല്ല അതിന് ആപ്റ്റ്. അതിൽ എന്നിട്ട് ശ്രീമാൻ കുഞ്ചാക്കോയുടെ നിർബന്ധപ്രകാരം ഏതെങ്കിലും ഒരു റോൾ അദ്ദേഹം ചെയ്യണം എന്നുള്ളത് കൊണ്ട് അതിൽ വാസം പറഞ്ഞൊരു സായിപ്പായിട്ട്, വാസം പറഞ്ഞാൽ ഒരു ആൻറ്റി ഹീറോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റി. വേറൊന്ന് എനിക്ക് പറയാനുള്ള ഈ നടൻ്റെ സവിശേഷതകളിൽ വളരെ പ്രധാനമായിട്ടുള്ളത് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള റോളുകളുടെ റേഞ്ചാണ്. ഇപ്പോൾ അങ്ങേക്ക് സിബി സാറ് പറഞ്ഞ പോലെ മറ്റ് പിന്നെ ആഭരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇപ്പോൾ ഓടയിൽ നിന്നിലെ പപ്പു, അനുഭവങ്ങൾ പാളിച്ചകളിലെ ചെല്ലപ്പൻ, പിന്നെ കുട്ടിയടത്തിയിലെ നായകനായിട്ട് അതെ പപ്പു, അതെ ആ റോള്, ഇത് മൂന്നും ഒരു റസ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പോൾ കരകാണാക്കടലിലെ തോമ, ഇതെല്ലാം 4 റസ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ അത് 4 ചെയ്തിട്ടുള്ളത് 4 രീതിയിലാണ്. ഇപ്പോ അനുഭവങ്ങൾ പാളിച്ചകളിലെ തുടക്കം നസീർ സാറും ഇദ്ദേഹവുമായിട്ടിരുന്ന് കള്ളു കുടിക്കുന്ന ഒരു രംഗമാണ്. ആ രംഗം അല്ല കരകാണാക്കടലില് ഇദ്ദേഹം പിന്നെ വെള്ളം പലതവണയും സ്കോച്ച് വിസ്കിയും അതേ സമയത്ത് ചാരായവും മാറി മാറി കഴിക്കുന്ന രംഗമുണ്ട്. അതിൻ്റെതായ ഒരു വ്യത്യസ്തത പാലിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ പിന്നെ കടൽപ്പാലത്തിലെ ജഡ്ജി, അദ്ദേഹത്തിന് ഒരിക്കലും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയിലെ പിന്നെ കാരണവരുടെ സ്ഥാനത്ത് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ പകൽക്കിനാവിലെ ഒരു പ്ലേ ബോയ് ആയിട്ട് കഴിഞ്ഞിരുന്ന അദ്ദേഹമല്ല കരിനിഴലിലെ കേണൽ. അപ്പോൾ ഇങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായ, ഇപ്പൊ നമ്മള് പിന്നെ ഇന്ന് മലയാള സിനിമയിൽ കാണുന്ന പല സൂപ്പർ സ്റ്റാറുകളും ചില വ്യത്യസ്തങ്ങളായ റോളുകളിൽ അവർ ഷൈൻ ചെയ്യുന്നുണ്ട്. അവർക്ക് ആ ഒരു ഫ്രെയിം വർക്കിൽ നിന്ന് മാറിപ്പോകാൻ അവർക്കും താല്പര്യവുമില്ല, കാണാൻ ജനത്തിനും താല്പര്യമില്ല. അതല്ല വേണ്ടത്. ഇപ്പോൾ മറ്റ് ഇപ്പോഴത്തെ പിന്നെ മെഗാ സ്റ്റാർസ് മറ്റ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്, ചെയ്തിട്ടുണ്ട്. വളരെ വളരെ ചുരുക്കം റോളുകളിൽ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ വ്യത്യസ്തമായ റേഞ്ചിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പൊതുവെ നോക്കിയാൽ ഏതാണ്ട് എല്ലാം ഒരുപോലെ തന്നെ, എല്ലാത്തിൻ്റെയും കഥയൊന്നാണ്, പിന്നെ അതിൻ്റെ മറ്റ് ഇൻസിഡൻസ് ഒക്കെ ഏതാണ്ടൊക്കെ ഒന്നാണ്. അന്നത്തെ കാലത്ത് അങ്ങനെയല്ല, വളരെ വളരെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെടുത്ത് അതിനെ ജീവിപ്പിക്കുക, അതാണ് ആ നടന്റെ ദൗത്യമായിട്ട് അവർ കണ്ടിരുന്നത്. തീർച്ചയായും. ഇപ്പം സ്വന്തമായി പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം അല്ല, അതിനുമുപരി സിനിമയോടുള്ള സ്നേഹം, ഒരു നല്ല സിനിമ പുറത്ത് വരണം, അത് നല്ല ആളുകൾ ചെയ്താൽ, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് യോജിക്കുന്ന ഒരാൾ അത് ചെയ്താലേ ആ കഥാപാത്രം വിജയിക്കൂ, സിനിമ വിജയിക്കൂ എന്നോർത്ത് ചെയ്യുന്ന നടന്മാർ ശരിക്കും അന്നത്തെ കാലഘട്ടത്തിലേ ഉള്ളൂ. സത്യൻ മാഷ് അതുപോലെ ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ സതീഷ് സാർ നിരവധി കഥാപാത്രങ്ങൾ, നിരവധി ക്യാരക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞപ്പോ ശരിക്കും നമ്മൾ ഓർക്കുമായിരുന്നു, ഒരിക്കലും റസ്റ്റിക് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പരുക്കൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന സത്യൻ മാഷിന് മറ്റ് കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയില്ല. പക്ഷെ ആ ഒരു വൈഡ് റേഞ്ച്, ഒരിക്കലും ടൈപ്പ് കാസ്റ്റ് ആയി പോവാത്ത ഒരു നടൻ, ഇന്നത്തെ നടന്മാർക്ക് എപ്പോഴും പറ്റിപ്പോകുന്ന ഒരു കാര്യം നമ്മൾ സംസാരിച്ചപ്പോൾ അത് തന്നെയായിരുന്നു. ഒരേ തരം റോളുകൾ ചെയ്ത ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ വീണ്ടും വീണ്ടും അതേ റോൾസ് തന്നെ തേടിയെത്തും. പക്ഷെ അത് അവതരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വ്യത്യസ്തത, അതുകൊണ്ടാണ് സത്യൻ മാഷിനെ ഇന്നും ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷം യങ്സ്റ്റേഴ്സും മുതിർന്നവരും ഒരേപോലെ ഇഷ്ടപ്പെടുകയും ഇങ്ങനൊരു പരിപാടിയിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്.